പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമുള്ളതൊന്നല്ലേ. അപ്പോൾ വാ നമുക്ക് റെഡി. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ടേബിളിലേക്ക് വെക്കുകയാണ്. നല്ല ചൂടാവണം കേട്ടോ. ഇത് ഞാൻ ഏകദേശം ആദ്യമേ ചൂടാക്കി വെച്ചാൽ പിന്നെ പഴങ്ങളെല്ലാം എന്താ ഈ ഒരു സ്ട്രാറ്റജിയിൽ മുറിച്ച് വെക്കണം. പിന്നെ ഇത് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യാണ്. ഇത് ഏകദേശം ഒരുപാട് കട്ടിയും ആവരുത്, നല്ല ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടാൻ. ഇതായിക്കഴിഞ്ഞാൽ എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഉള്ളിലും പുറത്തുമായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ വേണം നമ്മളൊന്ന് നന്നായിട്ട് കറക്കി ഇതേപോലെ കണ്ടില്ലേ, ഒന്ന് ഉറ്റാണ്ട് ജസ്റ്റ് ഒന്ന് അത് എണ്ണയിലേക്ക് ഇടുക. എല്ലാം ഇതുപോലെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ഔട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കോട്ട് ഔട്ട് ചെയ്തിട്ട് ഇടുക. ഒരുപാട് ലൂസാവരുത് ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ ഞാൻ എല്ലാ പഴങ്ങളും കൂടി ഈ ഒരു ഇതിലേക്ക് ബാറ്ററിലേക്ക് ഇട്ട്, അതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നി, ഒന്നൊന്നായിട്ട് ഇടുന്നേരം കൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് നമുക്കിടാം. ഇട്ടുകൊണ്ടിരിക്കാം. ഓരോ ടൈമിലായിരിക്കും വേവ്. കാര്യം നമ്മൾ ആദ്യം ഇടുന്നതും അങ്ങനെ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ അതേപോലെ എല്ലാം ഒരേപോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. പിന്നെ ഞാൻ കൈയൊക്കെ കഴുകി ഒരു സ്പൂൺ എടുത്തു. കാര്യം ഏകദേശം ആവാനായെന്ന് കാണുമ്പോൾ നമുക്കൊരു ഫോർക്ക് സ്പൂണാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് കുത്തിയിട്ടൊക്കെ തിരിച്ചിടാം. ഞാൻ കുറച്ച് തിരിച്ചിടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാര്യം ഈ പറഞ്ഞതുപോലെ ചൂടുള്ള എണ്ണയല്ലേ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് മറച്ചിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ചിലതൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മറിച്ചിട്ടുണ്ടേ നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നന്ദുവിനോട് തമാശ പറഞ്ഞ് ചിരിച്ചതാണ്. അവളാണ് ക്യാമറ കവർ ചെയ്യണത്. അപ്പോൾ പിന്നെ അവളോട് തമാശയും പറഞ്ഞ് ചിരിച്ച് രണ്ടുപേരും നല്ല വിശപ്പിലായിരുന്നു. അപ്പോൾ പറഞ്ഞു കഴിക്കാൻ പെട്ടെന്ന് വേണം. അപ്പോൾ ഏകദേശം കണ്ടില്ലേ, ഒരു ബ്രൗൺ ഷെയ്ഡായി. നല്ല ചൂടാണ് കേട്ടോ. അപ്പം നല്ല ഷെയ്ഡിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം എടുക്കാം. നന്ദു അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പിന്നെ ക്യാമറ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം